നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തൃശ്ശൂരിലെ UDFന്റെ വിജയ സാധ്യതയെക്കുറിച്ചാണ്. UDFിലെ BJPയിൽ നിന്നെത്തിയ സന്ദീപ് വാര്യരെയാണ് UDF അവിടെ സ്ഥാനാർത്ഥിയാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ള വാർത്തകൾ പരക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എത്രമാത്രം സാധ്യതകളുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അത് ഇന്ന് സോണി കല്ലറിക്കലുമായിട്ടാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. സോണി, നമസ്കാരം. നമസ്കാരം. സോണി, തൃശ്ശൂരെ സ്ഥിതിയിൽ എങ്ങനെ ഈ BJPയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യർക്ക് എത്രമാത്രം അവിടെ പ്രാമുഖ്യം ഉണ്ടാകും? ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മത്സരിച്ചാൽ UDFന് ആ പഴയ കോട്ട തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു? ഇല്ല, സന്ദീപ് വാര്യർ ഇന്നലെ BJPയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യരെ UDF അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ BJPയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളതാണ് UDF നേതൃത്വം കരുതുന്നത്. കാരണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം BJPയെ സംബന്ധിച്ച് പറഞ്ഞ ഒരു ആഘോഷമായിരുന്നു. അതിനൊരു തിരിച്ചടി കൊടുക്കാൻ കൂടിയാണ് BJPയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യർ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ UDF നേതൃത്വം തീരുമാനിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അത് UDFന് ഗുണത്തക്ക ദോഷമേ ചെയ്യുള്ളൂ എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം BJP മിഷണറി അവിടെ വളരെ സജീവമായി വരികയും പോയ കോൺഗ്രസ് വോട്ടുകൾ തിരിച്ച് എത്തിക്കാനും സാധിച്ചെന്ന് വരില്ല. സന്ദീപ് വാര്യരെ അവിടെ പരാജയപ്പെടുത്താനുള്ള ശ്രമമായിരിക്കും BJP നടത്തുന്നത്. കാരണം BJPയുടെ ഗണ്യമായ ഒരു വളർച്ച നാം തൃശ്ശൂരിൽ കണ്ടതാണ്. അതാണ് എനിക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഇതിന് പകരമായിട്ട് ഏതൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തിയാലായിരിക്കും? പത്മജ തന്നെ നമുക്ക് നിർത്താൻ പറ്റില്ല. പത്മജ തന്നെ BJPയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ പത്മജ കോൺഗ്രസിന് പ്രതീക്ഷയില്ല. പിന്നെ ആരെ നിർത്തിയാലായിരിക്കും അത് തിരിച്ചു പിടിക്കാൻ കഴിയും? അതിപ്പം മുൻ KPC പ്രസിഡന്റ് VM സുധീരനെ പോലുള്ള ഒരു തഴക്കവും പഴക്കവും ചെന്ന ഒരു സീനിയർ നേതാവിനെ അവിടെ ഇറക്കിയാൽ മാത്രമേ അവിടെ തിരിച്ച് UDF കോട്ട തിരിച്ചു പിടിക്കാനായിട്ട് കോൺഗ്രസ് സാധിക്കുകയുള്ളൂ. അപ്പൊ ശരിയായിട്ട് മിക്കവാറും അവിടെ നിൽക്കാൻ പോകുന്നത് പത്മജ വേണുഗോപാൽ ആയിരിക്കത്തില്ലേ BJP സ്ഥാനാർത്ഥിയാണ് നിൽക്കാൻ പോകുന്നത്? അപ്പൊ അവർക്ക് ഒത്തിരി സാധ്യതകൾ അവിടെ ഇല്ലേ എന്ന് പറയാൻ പറ്റത്തില്ല. BJPയിൽ അവിടെ പത്മജയെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് നെഗറ്റീവ് ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസിലെ കാര്യം അതുപോലെ BJPയിലെ ആൾക്കാർ പിടിയും ഉൾക്കൊണ്ടെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അവിടെ BJPയിലെ ശക്തരായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി അവിടുന്ന് മത്സരിച്ച് വിജയിച്ചപ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വോട്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും നല്ലൊരു ശതമാനം വോട്ട് പിടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവിടെ പത്മജ വേണുഗോപാൽ നിസ്സാര വോട്ടുകൾക്ക് അവിടെ തോറ്റുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ സന്ദീപ് വാര്യരെ പിടിച്ചു കെട്ടാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ BJP ഇറക്കാനാണ് അവിടെ കൂടുതലും സാധ്യത. അപ്പൊ സന്ദീപ് വാര്യർ തന്നെ ആയിരിക്കും അവിടെ VM സുധീരനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? അതോ TN പ്രതാപൻ തന്നെ അവിടേക്ക് തിരിച്ചു വരുമോ? അതായത് നഷ്ടപ്പെട്ട സീറ്റ് വീണ്ടെടുക്കാൻ വേണ്ടി അതേ നാണയത്തിൽ BJPക്ക് തിരിച്ചടി കൊടുക്കാനായിരിക്കും UDF ശ്രമിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ സമയത്ത് കോൺഗ്രസ് പാളയത്തിലെത്തിയ സന്ദീപ് വാര്യരെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്കറിയാം BJPയുടെ ശക്തനായ വക്താവായിരുന്നു. ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സജീവമായിരുന്നു. BJPക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയെ വരെ ആക്ഷേപിച്ച് സംസാരിച്ച വ്യക്തിയാണ് ചാനൽ ചർച്ചകളിലൊക്കെ. അതൊക്കെ ഇപ്പം പല മാധ്യമങ്ങളിലൊക്കെ പെട്ടെന്ന് വിഴുങ്ങിയിട്ടാണുള്ള വരവ്. അതെ, പെട്ടെന്ന് വിഴുങ്ങിയിട്ടുള്ള വരവാണ്. അപ്പം തീർച്ചയായിട്ടും സന്ദീപ് വാര്യരെ വെച്ചുകൊണ്ട് തന്നെ അതിനൊക്കെ തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കും UDF ചിന്തിക്കുന്നത്. BJP വോട്ടുകൾ കൂടുതലായിട്ട് സന്ദീപ് വാര്യരിലൂടെ തിരിച്ചു പിടിക്കാൻ പറ്റും. അങ്ങനെ സന്ദീപ് വാര്യർ ഇറക്കുമ്പോൾ കോൺഗ്രസ് വോട്ടുകൾ തിരിച്ചെത്തും എന്നുള്ള ചിന്താഗതിയാണ് UDF നിർത്തുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സാധ്യത തൃശ്ശൂർ മണ്ഡലം BJP പിടിച്ച സ്ഥിതിക്ക് BJPയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ തന്നെ അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കാനായിരിക്കും UDF നേതൃത്വം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. കഴിഞ്ഞ വർഷം മുരളി തന്നെ പറയുന്നുണ്ടായിരുന്നു TN പ്രതാപൻ തന്നെ അവിടെ മത്സരിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അല്ല, TN പ്രതാപൻ മത്സരിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം TN പ്രതാപനോട് DCC പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ്, MP ആയിട്ടിരുന്ന ആളാണ്. പിന്നീട് അദ്ദേഹം അവിടെ മത്സരിച്ചിട്ടില്ല. അപ്പം മത്സരിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ഗതി അറിയാൻ പറ്റുള്ളൂ. മുരളീധരൻ അവിടെ നിന്ന് പ്രവർത്തന പാരമ്പര്യം വളരെ കുറവാണ്. മുരളീധരൻ വടകര MP ആയിരുന്നു. അവിടെ വടകരയിലെ ഒരു നിർണായക സമയത്തിൽ അതായത് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയതിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കോൺഗ്രസിന് ഒരു പ്രസ്റ്റീജ് വിഷയമായതുകൊണ്ട് വടകരയിൽ നിന്ന് മാറി UDF സ്ഥാനാർത്ഥിയായിട്ട് മുരളീധരൻ അവിടെ വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ പ്രതാപന് ഒന്നും അവിടെ മത്സരരംഗത്തില്ല. പ്രതാപൻ മാറിയാണ് മുരളീധരൻ അവിടെ ചെയ്തു കൊടുക്കുന്നത്. അപ്പം പകരം പ്രതാപനും വേണമെങ്കിൽ മത്സരിക്കാം, അവിടുത്തെ മുക്കുമൂല അറിയാം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും മുരളീധരൻ അങ്ങനെ പറഞ്ഞത് എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഒരു കാര്യം പറയാം, സന്ദീപ് വാര്യരെക്കാട്ടിലും ഒരു മികച്ച സ്ഥാനാർത്ഥിയായിരിക്കും TN പ്രതാപൻ UDF എന്നാണ് എന്റെ കണക്കുകൂടൽ. സന്ദീപ് വാര്യരെ സംബന്ധിച്ച് പറഞ്ഞാൽ BJP അവിടെ, കാരണം BJPക്ക് നിർണായക വോട്ടുകളുണ്ട്, സുരേഷ് ഗോപിക്ക് നിർണായക സ്വാധീനം തൃശ്ശൂരുണ്ട്. തന്നെ രംഗത്ത് വന്നുകൊണ്ട് തന്നെ ഒരു BJPയുടെ പ്രവർത്തനം സജീവമാക്കാതിരിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എല്ലാ പദ്ധതികളും BJPയുടെ ചലിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് UDFന് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. സന്ദീപ് വാര്യർ ഒരു പരിധി വരെ തോൽക്കാനും സാധ്യതയുണ്ട്. ശരിയായിട്ടും സന്ദീപ് വാര്യർ നിന്ന് കഴിഞ്ഞാൽ ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടി BJP ചിലപ്പോൾ അവർക്ക് ജയിക്കത്തില്ല എന്നുള്ള സാധ്യത വന്നാൽ LDFന് മറിച്ചു കൊടുക്കാനും ഉള്ള അവസരമുണ്ട്. കാരണം LDFിലേക്ക് ചെല്ലണമെന്ന അവർ LDF ഒരിക്കൽ സന്ദീപ് വാര്യരെ കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അത് കിട്ടാത്തതിന്റെ ഒരു വിഷമം അവർക്കും ഉണ്ട്. അപ്പൊ തിരിച്ച് BJP ജയിക്കാനുള്ള സാധ്യതയാണെങ്കിൽ LDF അങ്ങോട്ട് വോട്ട് മറിച്ചു കൊടുക്കാനും അങ്ങനെയും പരാജയം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്ത് കാരണവശാലും സന്ദീപ് വാര്യർക്ക് അവിടെ ജയിച്ച് കയറാൻ കഴിയില്ല എന്നാണോ സോണിയുടെ വിലയിരുത്തൽ? തീർച്ചയായിട്ടും
തീർച്ചയായും. കാരണം BJP സംബന്ധിച്ച് പറഞ്ഞ പോലെ കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. അതോടൊപ്പം തന്നെ BJP ഒരു ലോക്സഭാ സീറ്റിൽ ആരുടെയൊക്കെ കാര്യം കൊണ്ടാണെങ്കിലും LDFന്റെ ആണെങ്കിലും UDFന്റെ കാര്യം കൊണ്ടാണെങ്കിലും ഒരു സീറ്റ് ലോക്സഭാ സീറ്റ് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സന്ദീപ് വാര്യരോട് മത്സരിച്ചാൽ സന്ദീപ് വാര്യർ ജയിക്കുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടായാൽ LDFന് വോട്ട് മറിച്ചു കൊടുത്തിട്ടാണെങ്കിലും BJP സന്ദീപ് വാര്യരെ തോൽപ്പിക്കാൻ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് മറ്റുള്ള മിക്ക മണ്ഡലങ്ങളിൽ ഇത് UDFന് ദോഷം ചെയ്യുകയും ചെയ്യും. തീർച്ചയായിട്ടും നമ്മുടെ ഇത് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ സോണി? അപ്പൊ ഇത് ശരിയായിട്ടും ഈ സീറ്റ് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്നു. ആ കോട്ട അവർക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ അവര് ഇവരുടെ ഗ്രൂപ്പിസം ഒക്കെ മറന്നിട്ട് ശക്തനായ ഒരു സ്ഥാനാർത്ഥി, അതായത് VM സുധീരനെ പോലെ ഗ്രൂപ്പിനൊക്കെ അതീതനായി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി നിൽക്കുകയും ഈ ഗ്രൂപ്പുകാരൊക്കെ ഒന്നിച്ച് കൈകോർത്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമേ സീറ്റ് അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് BJPക്കോ LDFനോ അത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ നടത്തുന്ന വിലയിരുത്തൽ മാത്രമാണ്. ഓരോ സ്ഥലങ്ങളിലെ വിലയിരുത്തലാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ഓർപ്പിക്കുന്നതാണ്. ഞങ്ങൾ നടത്തുന്ന വിലയിരുത്തലാണ്. അടുത്ത ദിവസം BJPയുടെ സാധ്യതയുള്ള സീറ്റുകൾ ഏതാണെന്നും LDFന്റെ സാധ്യതയുള്ള സീറ്റുകൾ ഏതാണെന്നും ഒക്കെയുള്ള വിശകലനങ്ങൾ ഞങ്ങൾ വരും. ഇന്ന് ഞങ്ങൾ UDFനെ കുറിച്ച് ചർച്ച ചെയ്താണ്. അപ്പോൾ അക്കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് തൃശ്ശൂരുള്ളത്. അപ്പോൾ ആ തൃശ്ശൂരിൻ്റെ ജയസാധ്യതകൾ UDFിലേക്ക് അത് തിരിച്ചു വരും എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു. ഏതായാലും സന്ദീപ് വാര്യർ എന്ന വ്യക്തിയെ വെച്ചുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ ഒരു മണ്ഡലത്തിന് പുറപ്പെടത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലെ? കർണാടകത്തിന് ശേഷം അവിടെ ഇപ്പോൾ ഒരു സീനിയർ നേതാവായിട്ടുള്ള VM സുധീരനാണ്. അതായത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ പെടുന്ന മണലൂർ എന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് VM സുധീരൻ വർഷങ്ങളോളം കാലാകാലങ്ങളിലായി നിയമസഭാ പ്രതിനിധിയായിട്ടിരുന്നത്. നമ്മുടെ സംസ്ഥാന മന്ത്രിയായിട്ടുണ്ട്. അതുപോലെ തൃശ്ശൂരിൽ നിന്നുള്ള MP ആയിട്ടുണ്ട്. മുൻ KPCC പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി ആദർശ ധീരനുള്ള ഇമേജ് ഉണ്ട്. അഴിമതിയില്ല എന്നുള്ള ഒരു ഖ്യാതിയുണ്ട്. അതുപോലെ നിഷ്പക്ഷ വോട്ടുകൾ പോലും അദ്ദേഹത്തിന് സമാഹരിക്കാൻ സാധിക്കുമെന്ന് ഇതുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പുകളിലെ എല്ലാ അടിത്തടവുകൾ അറിയാനും സാധിക്കും. അദ്ദേഹത്തിന് ഇതുണ്ട്. പിന്നെ തൃശ്ശൂരായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന തട്ടകം. അപ്പൊ എല്ലാ നേതാക്കന്മാരെയും വ്യക്തിപരമായി അറിയാം, ജനങ്ങളെ അറിയാം. അപ്പൊ എല്ലാത്തിനെയും ഒത്തൊരുമയോടുകൂടി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സീനിയർ നേതാവ് ആയിട്ടുള്ള VM സുധീരൻ തന്നെ തൃശ്ശൂരിൽ മത്സരിച്ചാൽ അവിടെ UDFന് വിജയസാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതോടൊപ്പം തന്നെ സുധീരന് തത്തുല്യനായിട്ടുള്ള ഒരാൾ, സുധീരനെ പോലെ ഒരാൾ, ഇപ്പൊ മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ പറ്റുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. കാരണം കോപിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്ന വോട്ടുകൾ, അതുപോലെ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ UDFന് അനായാസമായിട്ട് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. സന്ദീപ് വാര്യരെ സംബന്ധിച്ച് പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് പോയ വോട്ടുകൾ ഒരിക്കലും സന്ദീപ് വാര്യർക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ BJPയിലെ വോട്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. കാരണം BJP മിശ്രത അവിടെ ശക്തമായി രംഗത്ത് വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പം സന്ദീപ് വാര്യരെ തോൽപ്പിക്കാനുള്ള വട്ടം വരെയും എല്ലാവരും ശ്രമിക്കും. പ്രത്യേകിച്ച് കോൺഗ്രസിൽ തന്നെ ഒരു ഇഷ്ടക്കേടുണ്ടാകും. കാരണം വർഷങ്ങളായിട്ട് കോൺഗ്രസിൽ സീറ്റ് പോകിച്ചിരിക്കുന്ന ഒരുപാട് താല്പര്യമുള്ളവർ അവിടെ ഉണ്ടാകും. പ്രവർത്തന പാരമ്പര്യമുള്ളവർ അവരെയൊക്കെ മറികടന്നുകൊണ്ട് ഇന്നലെ BJPയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യരെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ കോൺഗ്രസിൽ തന്നെ ഒരു അടിയൊഴുക്കുകൾ ഉണ്ടാകാൻ മേലാഴുകയില്ല. ഇതൊക്കെയാണ് സന്ദീപ് വാര്യരുടെ സാധ്യതകൾ മങ്ങലേൽപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ തന്നെ തൃത്താലയിലുള്ള VT ബലറാമിനെ പോലുള്ള ആള് അവിടെ മത്സരിച്ചാൽ കോൺഗ്രസിന്റെ യുവ നേതാവായ VT ബലറാമിന് അവിടെ വേണമല്ലോ. VT ബലറാമിനെ അവിടെ കിട്ടിയാലേ കോൺഗ്രസിന് അവിടെ നിലനിർത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ട്. VT ബലറാമിനെ പോലുള്ള ഒരാൾ അവിടെ തൃശ്ശൂർ മത്സരിച്ചാലും സാധ്യതയാണ്. പക്ഷേ അവിടെ തൃത്താലയിൽ കോൺഗ്രസിന് UDFിന്റെ സ്ഥാനാർത്ഥി വേണമെങ്കിൽ അത് VT ബലറാം തന്നെ ആയിരിക്കണം. VT ബലറാതെ വേറെ ആരും അവിടെ പരിഗണിക്കാൻ സാധിക്കില്ല. അപ്പൊ എന്തുകൊണ്ടും ഇപ്പം കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള നേതൃത്വത്തിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ സീനിയർ നേതാക്കന്മാരും കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് വരണമെന്ന്. കാരണം ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ UDFനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് അടിയും കളിയും എല്ലാം അറിയാവുന്ന സീനിയർ നേതാക്കന്മാരും കൂടെ രംഗത്ത് വരണം. അവർക്കും ഉത്തരവാദിത്തപ്പെട്ട സീറ്റുകൾ നൽകണമെന്നും അർഹിക്കപ്പെടുന്ന സീറ്റുകൾ നൽകണമെന്നും ഒക്കെ ഒരു ധാരണയായിട്ടുണ്ടെന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അങ്ങനെ വന്നാൽ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും ഒക്കെ ഈ പറഞ്ഞ തൃശ്ശൂർ പോലുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ സാധ്യതയാണ്. ഇപ്പം സന്ദീപ് വാര്യരൊക്കെ ഇപ്പൊ ഈ തൃശ്ശൂർ മണ്ഡലത്തിന് സന്ദീപ് വാര്യർക്ക് ഒരു സാധ്യത ഒരിക്കലും കാണുന്നില്ല. അവിടെ തീർച്ചയായിട്ടും അനുയോജ്യനായ UDFിന്റെ സ്ഥാനാർത്ഥി VM സുധീരൻ തന്നെയായിരിക്കും. അല്ലെങ്കിൽ VT ബലറാമോ, ഇനി TM പ്രതാപനാണെങ്കിൽ പോലും സന്ദീപ് വാര്യരെക്കാരിൽ ബെറ്റർ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതാണ് തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ച് സോണിയുടെ വിലയിരുത്തൽ ഇതാണ്. ഏതായാലും നമുക്ക് അടുത്ത ഒരു വിഷയമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.